20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ, ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത, ദൈവനാമത്തിലല്ല, സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ ദൈവനാമത്തിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ശബന, ആരായിരുന്നു ഇങ്ങനൊരു ഹർജിയുമായി മുന്നോട്ട് പോയിരുന്നത്? ഷാമിലെ CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ SP ദീപകിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. പല ദൈവങ്ങളുടെ പേരിലും ബലിദാനികളുടെ പേരുകളിലും ചെയ്ത സത്യപ്രതിജ്ഞ അസാധുവാക്കണം എന്നതായിരുന്നു ഈ ഹർജിയിൽ പ്രധാനമായും ദീപക് ഉന്നയിച്ചിരുന്നത്. പകരം പല ദൈവങ്ങളുടെ പേര് എന്തിനാണ് ഇത്തരത്തിൽ പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അയ്യപ്പൻ, കാവിലമ്മ, ആറ്റുകാലമ്മ, ഭാരതാമ്മ, ശ്രീ പത്മനാഭൻ, ഗുരുദേവൻ, ബലിദാനികൾ എന്നിവരുടെ എല്ലാം പേരിലാണ് ഈ 20 പേരും സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതായിരുന്നു ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല. സത്യപ്രതിജ്ഞാ ലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയത്. അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടർക്കും CPM പരാതി നൽകിയിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ കളക്ടറോ ഇതിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയിൽ ഈ CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ SP ദീപക് ഹർജിയുമായി എത്തുന്നത്. ഇത് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഇതെന്തിനാണ് ഇത്തരത്തിൽ ഈ നിരവധി ദൈവങ്ങളുടെ പേരിൽ ഈ രീതിയിലുള്ള സത്യപ്രതിജ്ഞ എന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു. ഇപ്പോഴേതായാലും അന്തിമ ഉത്തരവ് വരുമ്പോൾ ഇതിൽ ഈ 20 പേരുടെയും സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരിക്കുന്നു. അതിനുശേഷം ഈ 4 ആഴ്ചക്കകം ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ BJP പ്രവർത്തകർ ഈ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഗണഗീതം ആലപിച്ചത് ഉൾപ്പെടെ കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. ഇത് വലിയ അന്ന് നമുക്കറിയാം വലിയ പ്രതിഷേധം അന്നുണ്ടാകുകയും ചെയ്തതാണ്. LDF കൗൺസിലർമാർ ഉൾപ്പെടെ ഈ രീതിയിൽ ഈ ഗണഗീതം ആലപിക്കുന്നത് ഉൾപ്പെടെ തടയുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. BJP-യുടെ വർഗീയ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഒക്കെ ഈ രീതിയിൽ പരാതി നൽകിയത്. കാരണം ഈ ഇത്തരം ഒരു സത്യപ്രതിജ്ഞ പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ്, ബലിദാനികളുടെ പേര് പറഞ്ഞ്, അയ്യപ്പന്റെ പേര് പറഞ്ഞ് ആ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചട്ടത്തിന്റെ ലംഘനമാണ്. പ്രത്യേകിച്ച് ഇത്തരം നമുക്കറിയാം സാധാരണ നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവങ്ങളുടെ നാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ആ രീതിയിലൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാറ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് എടുത്തു പറഞ്ഞ് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതായിരുന്നു ഏറ്റവും വിവാദമുണ്ടായ സംഭവം. BJP-യുടെ 50 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ 20 പേരാണ് ഈ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ 20 പേരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കണം എന്ന രീതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നത്. നമുക്കറിയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4.5 പതിറ്റാണ്ട് നീണ്ട ഇടതു ഭരണത്തിന് ശേഷമായിരുന്നു BJP അധികാരത്തിലെത്തുന്നത്. BJP-യിലെ 50 കൗൺസിലർമാരുണ്ടായിരുന്നതിൽ ഈ 20 പേർക്കെതിരെയാണ് ഈ സത്യപ്രതിജ്ഞാ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നത്. ബാക്കിയുള്ളവർ ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ 20 പേരാണ് ഇത്തരത്തിൽ പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചട്ടവിരുദ്ധമായ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗണഗീതം ആലപിച്ചത് ഉൾപ്പെടെ വിവാദമാകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കോടതിക്ക് മുമ്പാകെ എത്തിയെങ്കിലും ആ വിഷയത്തിലൊന്നും കോടതി ഇടപെട്ടിട്ടില്ല. ഈ സത്യപ്രതിജ്ഞാ ലംഘനം മാത്രമാണ് കോടതിക്ക് മുന്നിൽ എത്തിയത്. കാരണം ഇതിൽ നിയമപരമായി ചില തെറ്റുകളുണ്ട്, ചട്ടലംഘനമുണ്ട് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ശബന, ഇതിലിപ്പോൾ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ പറയുന്ന ഈ ദൈവനാമത്തിൽ എല്ലാ ദൈവങ്ങളും വരുമോ എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നിലവിൽ ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കിയതോടുകൂടി എല്ലാ ദൈവങ്ങളും വരില്ല എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്യാമിന് തീർച്ചയായും. കാരണം CPM ഇത്തരത്തിലൊരു ഹർജി ഉന്നയിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഈ ചട്ടപ്രകാരം ദൈവനാമത്തിൽ എന്നതിന് പകരം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തിന്റെ പേര് പറയുന്നു. നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ നിയമം നിലനിൽക്കെ ഇത്തരത്തിലൊരു അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ല എന്നതായിരുന്നു. ഈ സത്യപ്രതിജ്ഞാ നടപടികൾ ആദ്യഘട്ടത്തിൽ ഇത് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കണം ഈ
ഈ സത്യപ്രതിജ്ഞ അസാധുവാണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് കോടതി ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷമാണ് ഇതിൽ വിശദമായ വാദം നടന്നത്. ഈ CPM-ന്റെ കൗൺസിലറായ SP ദീപക് കോടതിയിൽ പറഞ്ഞിരുന്നത് തന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് ചട്ടലംഘനം തന്നെയാണ് എന്നായിരുന്നു. ഏതായാലും കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ ചട്ടലംഘനം നടത്താൻ പാടില്ല, സത്യപ്രതിജ്ഞ ആ രീതിയിൽ പാടില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയും സത്യപ്രതിജ്ഞ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി വാർഡിലെ BJP കൗൺസിലറായ ജയ രാജീവ് അയ്യപ്പന്റെ നാമത്തിലായിരുന്നു അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അതോടൊപ്പം തന്നെ ശരണം വിളിച്ചുകൊണ്ട് ജയ രാജീവ് വേദി വിടുകയൊക്കെ ചെയ്തിരുന്നു. മറ്റൊന്ന് കരമന വാർഡിലെ കൗൺസിലർ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ DGPയും ശാസ്ത്രമംഗലത്തിൽ നിന്നുള്ള കൗൺസിലറുമായ ആർ ശ്രീലേഖ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേമാതരം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ BJPയുടെ കൗൺസിലർമാർ ചെയ്യുകയും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ രീതിയിലുള്ള നാടകീയമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടാകുകയും ഗണഗീതം ഉൾപ്പെടെ ആലപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സംഭവമാണ്. അതിനുശേഷമാണ് ഇത് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഇത് എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷം ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പരാതി എത്തുന്നു. ജില്ലാ കളക്ടറും ഇതിൽ നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് CPM ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ആദ്യ ഘട്ടം മുതൽ ഇതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലായിരുന്നു ഈ ഹർജി എത്തുന്നത്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി വിധിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കണം ഈ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിലനിൽക്കുമോ എന്ന കാര്യം സൂചിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇതിൽ വാദം നടത്തിയത്. എന്നാൽ ഈ കൗൺസിലർമാരുടെ വാദം ഇത്തരത്തിൽ അവരവരുടെ ഇഷ്ട ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമലംഘനമല്ല എന്നതായിരുന്നു. കാരണം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഈ പഞ്ചായത്ത് ആക്ടിൽ അടക്കം നിർദ്ദേശിക്കുമ്പോൾ അവരവരുടെ ഹിന്ദു ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ നിയമലംഘനമല്ല എന്ന വാദം ഇവരും ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി വ്യക്തമാക്കിയത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഒരു ഏകീകൃത സ്വഭാവം ഇതിനുണ്ട്, സത്യപ്രതിജ്ഞയ്ക്കുണ്ട്. നമുക്ക് പലപ്പോഴും അറിയാം ദൈവനാമത്തിലും അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്.